എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജെനി. ഗ്യാസ്ട്രൈറ്റിസിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഗ്യാസ്ട്രൈറ്റിസ് എന്താണെന്നുള്ളതും ലക്ഷണങ്ങൾ, പിന്നെ അതെങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ അതിൻ്റെ ഡയറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആമാശയത്തിൽ മ്യൂക്കസ് എന്ന് പറയുന്നൊരു പാളിയുണ്ട്. അതായത് നമ്മളുടെ ആമാശയത്തിൽ ഒരുപാട് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആസിഡ്സ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, പിന്നെ പെപ്റ്റിക് ജ്യൂസസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മളുടെ ആമാശയത്തെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പം ഈ മ്യൂക്കസ് പാളിക്ക് ആഘാതം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസിന് കാരണം. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അക്യൂട്ടായിട്ടും വരാം, ക്രോണിക്കായിട്ടും വരാം. അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വികസിക്കുകയും താൽക്കാലികമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ നിൽക്കുകയും ചെയ്യുന്നതാണ്. അതെന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന ലക്ഷണങ്ങളാണ്. ഇനി ക്രോണിക് എന്ന് പറഞ്ഞാൽ ക്രമേണ സംഭവിക്കുന്ന ഒന്നാണ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഫെക്ഷൻസ് ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം. വൈറൽ ബാക്ടീരിയൽ അങ്ങനെ പല ഇൻഫെക്ഷൻസ് കാരണം നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. അതിൽ പ്രധാനപ്പെട്ടാണ് H. പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ. അടുത്തതായിട്ട് മെഡിസിൻസിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് മൂലം ഉണ്ടാവാം. ഈ നോൺ സ്റ്റീറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്തെങ്കിലും കഴിക്കുമ്പോൾ അങ്ങനെ പല ഡ്രഗ്സിൻ്റെയും സൈഡ് എഫക്റ്റ് മൂലം നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. പിന്നെ ഓൾഡ് ഏജ്, അതായത് പ്രായമാകുന്നതനുസരിച്ചിട്ട് നമ്മുടെ ആമാശയ പാളി നേർത്തതും മൃദുവായതുമായിട്ട് മാറും. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും അതിന് ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. പിന്നെ സ്ട്രെസ് ഒരു കാരണമാണ്. പിന്നുള്ളത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തകരാറ് മൂലം വരാം. അതായത് നമ്മളുടെ ആമാശയത്തിലെ കോശങ്ങൾ രോഗകാരികളാണെന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിദ്ധരിച്ച് അതിനെതിരെ അറ്റാക്ക് ചെയ്യുന്നത് മൂലം ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. അടുത്തതായിട്ട് എന്തെങ്കിലും രോഗങ്ങളോട് അനുബന്ധിച്ച് ഗ്യാസ്ട്രൈറ്റിസ് വരാം, എന്തെങ്കിലും രോഗങ്ങൾ കാരണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ എൻഡോസ്കോപ്പി വഴി കണ്ടുപിടിക്കാം. എൻഡോസ്കോപ്പി, ബയോപ്സി, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, സ്റ്റൂൾ എക്സാമിനേഷൻ, അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ ഗ്യാസ്ട്രൈറ്റിസ് ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനിൽ വേദന, അതായത് വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേദന വരിക, ഓക്കാനം, ഛർദി, വയറുവേദന, വിശപ്പില്ലായ്മ, പിന്നെ വെയിറ്റ് ലോസ്, ഇതൊക്കെ സംഭവിക്കാം. പിന്നെ ഒരെണ്ണമാണ് പ്രധാനപ്പെട്ടതായിട്ട് നെഞ്ചെരിച്ചിൽ, അല്ലെങ്കിൽ വയറിന് ഭയങ്കരമായിട്ടുള്ള എരിച്ചിൽ തോന്നാം, ബ്ലോട്ടിങ്, വയറ് ഇങ്ങനെ വീർത്ത് വരിക, കുറച്ചെന്തെങ്കിലും കഴിച്ചാൽ തന്നെയും നമുക്ക് ഒരു ഫുൾനെസ് തോന്നും. അടുത്തതായിട്ട് വേദന, അതായത് കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ വയറൊക്കെ ഒന്ന് ഫുള്ളായി കഴിയുമ്പോൾ ആ വേദന ചിലർക്ക് സബ്സൈഡ് ചെയ്യും, കുറച്ച് നേരത്തേക്ക് വേദന കുറയും. ചിലർക്ക് പക്ഷെ നേരെ തിരിച്ചാണ്, അതായത് കഴിച്ചൊക്കെ കഴിയുമ്പോൾ വേദന കൂടാനും സാധ്യതയുണ്ട്. തുടക്കത്തിലൊന്നും നമുക്ക് പൊതുവെ ലക്ഷണങ്ങൾ അറിയാൻ സാധിക്കില്ല. എങ്കിലും തന്നെയും കുറച്ചൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മളതിനെ നിസ്സാരമായിട്ട് കരുതി കുറേ നാൾ മെഡിസിൻസ് ഒന്നും കഴിക്കാതെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതിരിക്കുകയാണെങ്കിൽ ഇത് ഭാവിയിൽ അൾസേഴ്സ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റൂളിൽ ബ്ലഡ് കാണുക, നമ്മൾ ഛർദ്ദിക്കുമ്പോൾ അതിൽ ബ്ലഡ് സ്റ്റെയിൻ, അല്ലെങ്കിൽ ഛർദിയുടെ കളർ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ടൊക്കെ മാറാനും സാധ്യതയുണ്ട്. നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഭക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനത്തെ, അതായത് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മരുന്ന് പോലെ തന്നെ, അല്ലെങ്കിൽ മരുന്നിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഭക്ഷണം ശ്രദ്ധിച്ചിരിക്കണം. എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളത് നോക്കാം. ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ ആപ്പിൾ, നേന്ത്രപ്പഴം, പിന്നെ മത്തങ്ങ, ഈ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ വെജിറ്റബിൾസിൽ ക്യാരറ്റ്, ഇലക്കറികൾ അത് ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. കുക്കുംബർ, കുമ്പളങ്ങ, പിന്നെ ഉള്ളതാണ് നമ്മുടെ ഉണക്ക മുന്തിരി കഴിക്കാം, അത് കുതിർത്തിട്ട് വേണം കഴിക്കാൻ. പിന്നെ ധാന്യങ്ങളിൽ ബ്രൗൺ റൈസ് കഴിക്കാം, ഓട്സ് കഴിക്കാം, ഹോൾ ഗ്രെയിൻ കഴിക്കാം, ബാർലി, പിന്നെ കൊഴുപ്പ് കുറഞ്ഞ പാല്, പിന്നെ തൈര്, ഇതൊക്കെ കഴിക്കാവുന്നതാണ്. പാലൊക്കെ കഴിക്കുമ്പോൾ നേർപ്പിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. തൈരെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോബയോട്ടിക്കാണ്. അത് ആമാശയത്തിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് പ്രോബയോട്ടിക് കഴിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആകുമ്പോൾ ആമാശയത്തിൽ ഒരുവിധ ഇൻഫെക്ഷൻസ് ഒക്കെ തടയാൻ സഹായിക്കും. അടുത്തതാണ് പ്രോട്ടീൻസ്. അത് നമ്മൾക്ക് മുട്ട, പിന്നെ മത്സ്യം, മാംസത്തിൽ ചിക്കനാണ് കഴിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കഴിച്ചാൽ നമുക്ക് നല്ല പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണം കഴിച്ച് നമുക്ക് കുറച്ചുകൂടി ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുട്ട, മീൻ, ഇറച്ചി, ഇതാണ് നമ്മൾ കൂടുതലും ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള പേഷ്യൻസിനോട് പറയുന്നത് കഴിക്കാൻ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് ഇത് കഴിക്കണമെന്ന് വെജിറ്റബിൾസിൽ കുറച്ച് ലിസ്റ്റ് പറഞ്ഞതുപോലെ ഇത് തന്നെ കഴിക്കണമെന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം ചില ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് എഗ്ഗ് കഴിക്കുമ്പോൾ നെഞ്ചെരിച്ചിൽ കൂടാം, ചിലർക്ക് ചിക്കൻ കഴിക്കുമ്പോഴായിരിക്കും എരിച്ചിൽ കൂടുന്നത്. അപ്പോൾ അത് ചിലപ്പം ഓരോ പേഷ്യൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
പൊതുവെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ഇത് തന്നെ കഴിക്കണമെന്ന് നമുക്ക് ഈ ഒരു 3 ചോയ്സിൽ പറയാൻ പറ്റത്തില്ല. ഇതിലേതിലും ഒരെണ്ണമൊക്കെ കഴിക്കുമ്പം എരിച്ചിലുണ്ടാകുകയാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ബാക്കി, അല്ലെങ്കിൽ മുട്ടയും മത്സ്യമാണ് ചിക്കൻ കഴിക്കുമ്പോൾ എരിച്ചിൽ ഉണ്ടാകുന്നെങ്കിൽ ചിക്കൻ പാടെ ഒഴിവാക്കിയിട്ട് മറ്റ് രണ്ടും കഴിക്കുക. പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 3 വിഭവങ്ങളാണ്: ചിക്കൻ, ഫിഷ്, പിന്നെ എഗ്ഗ്. ഇതൊരളവിൽ കഴിക്കുക. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്പൈസസ് ഒക്കെ ഇട്ട് കറി വെച്ച് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് എരിയും പുളിയും ഒക്കെ ചേർത്തിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ പച്ചക്കറികളുടെ അളവ് കൂട്ടുക. ഈ പറഞ്ഞ പ്രോട്ടീൻസിൽ ഏതെങ്കിലും എടുക്കുക, ഫിഷോ എഗ്ഗോ ഒക്കെ എടുക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്തൊക്കെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ളത് നോക്കാം. ഫ്രൂട്ട്സിൽ സിട്രസ് ഫ്രൂട്ട്സാണ് നമ്മൾ പാടെ ഒഴിവാക്കേണ്ടത്. ഓറഞ്ച്, ലെമൺ അങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാതിരിക്കുക. പിന്നെ ടൊമാറ്റോ പാടെ ഒഴിവാക്കുക. വെറുതെ പോലും ടേസ്റ്റ് ചെയ്യാൻ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിൽക്കരുത്. ടൊമാറ്റോ നമുക്ക് ഒഴിവാക്കാം. പിന്നെ വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക് ഇതിൻ്റെയൊക്കെ ഉപയോഗം ഒന്നിൽ തീരെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വല്ലതും ഉപയോഗിക്കുക. ശക്തമായിട്ടുള്ള എരിവുള്ള പച്ചക്കറികളൊക്കെ ഒഴിവാക്കുക. പിന്നെ ധാന്യത്തിൽ ചോളം, പിന്നെ ബേബി കോൺ, പിന്നെ കോൺ സിറപ്പ്, മൈദ ഉൽപ്പന്നങ്ങൾ ഒക്കെ ഒഴിവാക്കുക. മിൽക്ക് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഈ കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് ഗ്യാസ്ട്രൈറ്റിസ് സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ നിർത്തുക. ചീസ്, പിന്നെ പനീർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക. മധുര പലഹാരങ്ങൾ, പേസ്ട്രി, കേക്ക്, ചോക്ലേറ്റ് അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ പാനീയങ്ങളാണ്, അതായത് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പിന്നെ ഒരുപാട് ഷുഗർ ചേർത്തിട്ടുള്ള ജ്യൂസസ്, പിന്നെ അധികമായിട്ടുള്ള കാപ്പി, പിന്നെ സോഡ, വൈന്, പിന്നെ മദ്യപിക്കുന്നവരാണെങ്കിൽ ബിയർ അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ നിർത്താൻ ശ്രദ്ധിക്കുക. സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ അത് നിർത്തുക. റെഡ് മീറ്റ് ഒന്നും കഴിക്കുകയേ ചെയ്യരുത്. പ്രോസസ്ഡ് ഫുഡൊന്നും കഴിക്കരുത്. പിസ്സ, ബർഗർ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ചിപ്സ് അതുപോലുള്ളതൊന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ നമുക്കിനി കുറച്ച് ഹോം റെമഡീസ് നോക്കാം. എന്തായാലും ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ആയുർവേദത്തിൽ നല്ല രീതിയിലുള്ള മെഡിസിൻസ് ഗ്യാസ്ട്രൈറ്റിസിനുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് ഹോം റെമഡീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിംറ്റംസ് ഒക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ത്രിഫലയാണ്, അതായത് നമ്മുടെ ത്രിഫല പൊടി എല്ലാ ആയുർവേദ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ത്രിഫല പൊടി 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ച് അത് ഹാഫായിട്ട്, പകുതി രാവിലെയും പകുതി വൈകിട്ടുമായിട്ട് നമുക്കൊരു 7 ദിവസത്തോളം കുടിച്ചാൽ അതിൻ്റെ ഒരു സിംറ്റംസ് അടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് പെരുംജീരകമാണ്. നമ്മൾ ഓരോ മീൽസ് കഴിയും തോറും ഒരു 5 പെരുംജീരകം അല്ലെങ്കിൽ ഒരു നുള്ളു പെരുംജീരകം വായിലിട്ട് പതിയെ ചവച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ജീരകമാണ്. നല്ല ജീരകം ഇട്ട വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ അത് ദാഹത്തിന് കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇഞ്ചി ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുക. പിന്നെ നമ്മൾ പാല് കുറച്ചും വെള്ളം കൂട്ടിയെടുത്ത് അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഒരു 3/4 ഗ്ലാസ് പാലും 1.5 ഗ്ലാസ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു 1 ഗ്ലാസ്സായിട്ട് വറ്റിക്കണം. കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അത് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇഞ്ചി നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളൊരു ഡ്രഗാണ്. പിന്നെ നമുക്ക് പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് കുടിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പച്ചമോരാണ്. നമ്മുടെ ഈ തൈര് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ബട്ടർ മിൽക്ക്, ആ ബട്ടർ മിൽക്ക് നമുക്ക് ഇഞ്ചി ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്. ഈ ബട്ടർ മിൽക്ക് തന്നെ കുറച്ച് പുതിനയില ഇട്ടിട്ട് നമുക്ക് അടിച്ച് കുടിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ഔഷധം പോലെ തന്നെ, അല്ലെങ്കിൽ ഔഷധത്തേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയറ്റ്. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഹോം റെമഡീസും ചെയ്ത് നോക്കുക, നല്ല ആശ്വാസം കിട്ടും. ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള പേഷ്യൻസ് എല്ലാം ഇത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.